വെൽക്കം ടു ഓൾ ഇൻ വൺ ആരണ്യ. ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടുള്ള ഫാം വില്ലയിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ എൻട്രി ഫീസ് വന്നിട്ട് 150 രൂപയാണുള്ളത്. 95 സെൻറ്റിമീറ്റർ താഴെ ഉയരമുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഫ്രീ എൻട്രി ആണ്. കൗതുകം തോന്നിപ്പിക്കുന്ന വിചിത്ര ജീവികളൊക്കെ കാണാൻ നമുക്കൊന്ന് പോയാലോ? വായോ. ഫാം വില്ലയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒട്ടകത്തിനെയാണ്. അവിടുത്തെ സ്റ്റാഫ് നമുക്ക് പ്ലാവിൽ തരുന്നുണ്ട് ഒട്ടകത്തിന് ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ലച്ചുകുട്ടൻ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ലച്ചുകുട്ടൻ ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ അതിനെ ഫീഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലാവിലേയും കൂടെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒട്ടവും നല്ല കൂളായിരുന്നു. നമ്മൾ കൊടുക്കുന്ന സാധനമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒട്ടകത്തിൻ്റെ അടുത്ത് നമ്മൾ നേരെ കുതിരേനെ കാണാനായിട്ട് പോയത്. കുതിരേനെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള പോണ്ട് കാണാൻ പോയി. പോണ്ടിൻ്റെ അവിടെ 2 കറുത്ത അരയന്നങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്തൊരു ജീവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഹൈറ്റ് കുറഞ്ഞ കുതിര ഉണ്ടായിരുന്നു. ഡോങ്കീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ താറാവിൻ്റെ പല വെറൈറ്റീസിനെയൊക്കെ കണ്ടു. ഈ തലയിൽ ഇങ്ങനെ തൊപ്പി പോലെയൊക്കെയുള്ള താറാവിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ആടിനെ നമുക്ക് ഫീഡ് ചെയ്യിക്കായിരുന്നു. പോപ്കോൺ ആണ് കേട്ടോ ആടിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് തന്നത്. അനയുടെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ലച്ചുക്കുട്ടിൻ്റെ കയ്യിൽ കൊടുത്ത് ആടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട, അതെല്ലാം അവിടെ നിന്ന് തന്നെ അവർ തരുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ എമൂനെ കേട്ടോ കണ്ടത്. എമൂന് നമുക്ക് ഫുഡ് കൊടുക്കാമായിരുന്നു. ക്യാരറ്റ് അരിഞ്ഞത് അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എമൂൻ്റെ നടപ്പും പാവൊക്കെ കണ്ടപ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നിയില്ല. അതുപോലെ കൊത്തിയാലോ എന്നൊക്കെ പേടിയായിരുന്നു കേട്ടോ. ആടിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് കുറച്ച് ഫാറ്റാട്ടോ ഇതിന് വന്ന് കൂടി കിടക്കണേ. ഇത് പിന്നെ നമ്മുടെ മുയലുകുട്ടന്മാരാട്ടോ. ചെവിക്ക് നീളം കൂടിയതും നീളം കുറഞ്ഞതും അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് നല്ല റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചെവിക്ക് നീളം കുറവുള്ളത്. പിന്നെ ഇതുണ്ടോ പൂടപ്പട്ടി പോലത്തെ മൊരുകുഞ്ഞ്, നല്ല രസമുണ്ടല്ലോ അതിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഉണ്ടോ വൈറ്റ് കളറ് എനിക്ക് ആട്ടുകുഞ്ഞിനെ പോലെ തോന്നി കേട്ടോ. ലച്ചുകുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ലച്ചുകുണ്ട് സ്റ്റോറി പഠിച്ചതിനകത്ത് മൊയിലുകുഞ്ഞല്ലേ എന്ന് ചോദിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇതെന്തോ എലിയോ എന്തോ സാധനം കേട്ടോ, എനിക്കെൻ്റെ പേരറിഞ്ഞൂടാ. പൂച്ച പുറത്ത് കിടക്കണ കണ്ടതേ ലച്ചുകൊണ്ട് ഓടിപ്പോയി അതിനെ തലോടിയൊക്കെ നോക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ചേച്ചി ചോദിച്ചു അതിനെ എടുക്കണമെന്ന്. ലച്ചുകൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പൂച്ചേനെ എടുത്ത് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കളർഫുൾ കോഴികളാട്ടോ. ഒരു കളർ മുക്കി ഇട്ടേക്കുന്നതാണ്. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമല്ലേ ഇങ്ങനെ കളർ അടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ലച്ചുകുട്ടിനെ കുറച്ച് നേരം തന്നെ നോക്കി നിന്ന് അതിലൊരെണ്ണത്തിനെ എടുക്കുകയും ചെയ്തിട്ടാട്ടോ പോകുന്നത്. ലവ് ബേഡ്സിൻ്റെ കൂടിൻ്റെ മുന്നിൽ പോയി നിന്ന് അവരുടെ ഉള്ള സമാധാനം കൂടെ നശിപ്പിച്ച് ഞങ്ങൾ നേരെ പോയത് അടുത്ത കൂടിൻ്റെ എടുത്തിട്ടാണ്. അവിടെയുള്ളത് കുട്ടി കുരങ്ങന്മാരാണ് കേട്ടോ. ആൾക്ക് അത്രയും സൈസ് വയ്ക്കുള്ളൂ. കാണുമ്പോൾ നല്ല ക്യൂട്ട്നെസ്സൊക്കെ തോന്നി. ഉള്ളിലോട്ട് വിരലെങ്ങാനിട്ട ആൾ കടിച്ചു പറിച്ചുകൊണ്ട് പോകും. ഉള്ളിലോട്ട് വിരലും ആ ഗ്രില്ലിലൊന്നും പിടിക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു മെക്സിക്കൻ കിങ്ങിനെ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആൾ കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ ചുരുണ്ട് കൂടി കിടപ്പാണ്. ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയണേ. പിന്നെ ഇതെന്തോ ഒരു വെറൈറ്റി ജീവിയാണ്. ഇതിന് ജീവനുണ്ടോ എന്ന് ഞാനൊന്ന് തർപ്പിച്ച് നോക്കിയപ്പോൾ ഞാൻ ചത്തിട്ടില്ല, എനിക്ക് ശ്വാസം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ദീർഘനിശ്വാസം എടുത്ത് കാണിച്ചു തന്നു ആള്. ഇത് എന്തോ വെറൈറ്റി പാമ്പാട്ടോ. ദേ അതിൻ്റെ തൊട്ടടുത്ത കൂട്ടിൽ തേളും കിടപ്പുണ്ട്. ഈ പാമ്പിനും തേളിനും പണ്ട് മുതലേ എനിക്കിഷ്ടമല്ല. എന്തോ വൃത്തിയായിട്ട് ചിന്തിക്കലാ നീ. അല്ലാതെ എനിക്ക് പേടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. ഇത് നമ്മൾ ഉത്സവത്തിനൊക്കെ മേടിക്കുന്ന എറിയുമ്പോൾ ലൈറ്റ് തെളിഞ്ഞ സാധനമല്ല, ഇതൊരു ജീവിയാണ് കേട്ടോ. ആഫ്രിക്കക്കാരനാണെങ്കിലും അമേരിക്കക്കാരൻ്റെ പ്രൗഢിയോടെ ഇരിക്കുന്ന സ്നേക്ക്. ഇത് മുതലയുടെ ഫാമിലി വിട്ട ഏതോ ഒരു ജീവിയാണെന്ന് തോന്നുന്നു. പക്ഷെ മുതലയുടെ അത്ര സൈസൊന്നും ഇല്ല കേട്ടോ. എന്ത് പറഞ്ഞാലും ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാന്ന് കാണിക്കാൻ വേണ്ടി ഒന്നിന് മേലെ വേറൊന്നായിട്ട് അടുങ്ങി കയറി ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ പെരുമ്പാമ്പു സാറാട്ടോ. പെരുമ്പാമ്പിൻ്റെ കൂടിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ കുഞ്ഞൻ എലികളെ ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ സൈസ് മാക്സിമം എത്രയാകുള്ളൂ. പല കളറിൽ നല്ല രസമുണ്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. എന്തോ കഴിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് അവർ. അതിലൊരെണ്ണത്തിനെ എടുത്താൽ കൊള്ളാമെന്ന് ലച്ചുകൂട്ടിനുണ്ടായിരുന്നു. പക്ഷെ അവർ എലിക്കുഞ്ഞിനെ എടുത്ത് തരത്തില്ല. അതിൻ്റെ ഒരു സങ്കടം ലച്ചുകൂട്ടിനുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓന്തിനെ കണ്ടിട്ട് 2 ഓന്തകൾ നമ്മളിങ്ങനെ ഓന്താന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. ദിവസത്തിൽ 22 മണിക്കൂറും കിടന്ന ഉറക്കം, അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ഫുഡടി, വീണ്ടും ഉറക്കം. സുഖജീവിതം നയിക്കുന്ന ഒരു ജീവിയാണ് കേട്ടവൻ. ഇഗ്വാന ഇത് എന്ത് കണ്ടിട്ടായി കണ്ണും തള്ളി നിൽക്കുന്നതെന്നറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാ തേൽ എച്ചുകുട്ട് പാമ്പനെ എടുത്ത് കഴുത്ത് വെച്ചിട്ട് നിൽക്കുന്നത്.
എലിക്കുഞ്ഞിനെ എടുക്കാത്തതിൻ്റെ സങ്കടം ലച്ചുകുട്ടൻ പാമ്പിനെ എടുത്ത് തീർക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല പേടിയുണ്ടെങ്കിലും അവൾ നല്ല ധൈര്യത്തോടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങന്മാരാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അതിന് കുഞ്ഞുണ്ടായി കിടക്കായിരുന്നു. നമ്മൾ ആദ്യം കണ്ട എലിക്കുഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ വലുപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളൂ കേട്ടോ. ഈ കാണുന്നത് മൾട്ടി കളറുള്ള നമ്മുടെ വലിയ തത്തയില്ലേ, അതാണ്. പിന്നെ നമ്മൾ തത്തക്കൂടിന് ഉള്ളിൽ കയറിയിട്ടോ. ഉള്ളിൽ അവർ കയറുമ്പോൾ അതിനുള്ള ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ടാണ് കയറ്റി വിടുന്നത്. ഞാൻ വാതിൽ തുറന്ന് ഉള്ളിലോട്ട് കയറിയത് 2 തത്തകൾ എൻ്റെ കയ്യിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ലച്ചുകുട്ടൻ കുറേ ശ്രമിച്ചു തത്തകളെ കയ്യിലിരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഒറ്റ തത്ത ലച്ചുകുട്ടനെ തിരിച്ചു പോലും നോക്കിയില്ല. ഇത്ര വെറൈറ്റി ആനിമൽസൊക്കെ ഉള്ളൂ ഇവിടെ. നമുക്കിതിൽ ബാക്കിൽ എക്സിറ്റ് ഉണ്ട്, അതുവഴി പുറത്തേക്ക് ഇറങ്ങാം. ഞങ്ങൾ എക്സിറ്റിൽ കൂടെ ഇറങ്ങാതെ എൻട്രൻസിൽ കൂടെ തന്നെയാണ് ഇറങ്ങിയത്. കാരണം ഇതിനൊക്കെ ഒന്നുകൂടെ കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് തന്നെയാണ് കേട്ടോ. നല്ല ചൂടുള്ള സമയത്ത് നമ്മളിവിടെ വരുന്നെങ്കിൽ നമുക്കിത് ഇരിക്കാൻ നല്ല സൂപ്പർ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. തൃശ്ശൂർ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഫാമിലിയിലേ വരിക. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ തൃശ്ശൂർ നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങൾ കൂടി പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ.